ഞാനല്ല പറയട്ടെ, കണ്ടിട്ട് നിങ്ങളല്ല അഭിപ്രായം പറയട്ടെ. നിങ്ങൾ എന്താ കാണാത്തത്? എന്താ പടം എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി. അടുത്ത ഷോ എല്ലാവരും നിങ്ങൾ കാണണം, അതിനുശേഷം ഈ അഭിപ്രായം ചോദിക്കാം. പടം കണ്ടിട്ട് നിങ്ങൾ പറയണം പടം കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലേ. അത് കേൾക്കാനല്ലേ എനിക്കും ആഗ്രഹം അതല്ലേ. നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനല്ലേ എനിക്കും ആഗ്രഹം. അവിടെ എനിക്ക് കണ്ടിട്ട് എന്താ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒപ്പം ഇരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി ചിരിപ്പിച്ച് അവസാനം കണ്ണ് നിറയിച്ചൊരു സിനിമയാണ്. ഫാമിലിക്കും പിന്നെ എല്ലാ ബന്ധങ്ങൾക്കും, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ് ഐറൻ അറേബ്യ. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയും. ഓക്കെ, പോകട്ടെ. പതിവ് ഓണറിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമ ചെയ്തൊരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റാണ്. ഇതൊരു കുടുംബ പ്രേക്ഷകരെ ലാക്കാക്കിക്കൊണ്ട് തന്നെ ചെയ്ത സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മുകേഷ് ചേട്ടനും ഉർവശി ചേച്ചിയും ധ്യാനും ഷൈനും ദുർഗയും അലൻസിയറും സുധീർ കരമനയും അങ്ങനെ ഒരുപാട് താരങ്ങൾ എൻ്റെ സിനിമയിൽ അഭിനയിച്ചു. അവരവരുടെ ഭാഗം വളരെ മനോഹരമായി പെർഫോം ചെയ്തു. അതിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്ക്, കുറേ നാൾക്ക് ശേഷം കുടുംബ സദസ്സിനെ അവരെ കണക്റ്റ് ചെയ്യുന്ന, ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു അച്ഛൻ മകൻ റിലേഷനിലാണ്. ഒരുപാട് അമ്മയും മക്കളുമൊക്കെയുള്ള റിലേഷൻഷിപ്പ് വന്നെങ്കിലും അച്ഛനും മകനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതാണ് ഞാൻ ഈ സിനിമയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ചോദിക്കാം. പടം ഒരു എൻ്റർടൈനറാണ്. ഒരു ദുബായിൽ കാണിക്കുന്നത് ഒരു കോമഡിയാണ്. ഫസ്റ്റ് ഹാഫിൽ ഫുൾ കോമഡിയാണ്. മുകേഷ് ഉർവശി അന്നേ തകർത്തുണ്ട്. ഉർവശിയുടെ ഉഗ്ര അഭിനയമാണ്. മുകേഷ് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഷൈനെല്ലാം അവസാനം വരുന്ന വലിയൊരു താരനിരയുണ്ട്. ധ്യാനും ദുർഗയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉർവശി തകർത്തു. അവർ മലയാള സിനിമയുടെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആക്ട്രസ്സാണ്, യാതൊരു സംശയമില്ല. മുകേഷിനാണെങ്കിലും ആ കൺസൽവേറ്റി ബ്രാഹ്മണനായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിയിൽ കുറച്ച് നിലവാരം കൂട്ടാമായിരുന്നു. ഒരു എബോ ആവറേജ് ഫിലിമാണ്, കണ്ടിരിക്കാം. ഒരു കോമഡി സെക്കൻഡ് ഹാഫിൽ സെൻറ്റിമെൻറ്റ്സിൽ കാണിക്കുന്നത് ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഫസ്റ്റ് ഹാഫിൽ കോമഡി ഉണ്ടായിട്ടുണ്ട്. ഷൈൻ അവസാനം വരുന്ന ഷൈനും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. പിന്നെ അലൻസിയർ ഉണ്ട്, വലിയ താരനിരയാണ്, ഒരുപാട് പേരുണ്ട്. കണ്ടിരിക്കാൻ പടം കണ്ടിരിക്കാം. ഭയങ്കര കുറച്ചുകൂടി നിലവാരം കൂട്ടാമായ കോമഡിയുടെ. ഉർവശിയുടെയും മുകേഷിൻ്റെയും കോംബോ അടിപൊളിയായിരുന്നു. അതുപോലെ ഡാനിൻ്റെ ഷൈനുമിൻ്റെ ഒക്കെ നല്ല കോംബോ ആയിരുന്നു. നല്ല എല്ലാവരും കണ്ടിരിക്കാൻ നല്ലൊരു സിനിമയാണ്. നല്ല കോംബോ ആണ്. രണ്ടുപേരും നല്ല രസമുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്കുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ്, അവർ ചിൽ മൈൻഡ് ആയിട്ടുള്ള ഇതിലുള്ള രണ്ടുപേരും അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തു. അതൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടാണ്, നല്ല രസമാണ്, നല്ല സൂപ്പർ സോങ്സ് ഒക്കെയാണ്. അപ്പം അത് ഇഷ്ടപ്പെട്ടു. ഉർവശിയും മുകേഷ് ആണെങ്കിൽ നല്ല രസമായിരുന്നു. രണ്ടുപേരും നല്ല കോംബോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഫാമിലിയാണ്, അതുപോലെ തന്നെ സമകാലിക പ്രസക്തിയൊക്കെ ഉള്ള നല്ലൊരു സിനിമയൊക്കെ തന്നെയാണ്. യൂത്തിനും നന്നായിട്ട് ഇതാക്കാൻ പറ്റും. അതിനേക്കാൾ നല്ല 14+ ആൾക്കാർക്കൊക്കെ, നല്ല അങ്കിൾമാർക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ രീതിയിലാണ്. ഇപ്പം അങ്ങനത്തെ സിനിമകളൊന്നും ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ അവർക്കെല്ലാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല തരത്തിലുള്ള സിനിമയാണ്. താങ്ക് യു. സാമൂഹിക സാഹചര്യമൊക്കെ വെച്ച് നോക്കി ഭയങ്കരമായിട്ട് ഒരു സറ്റയറായിട്ടാണ് അവതരിപ്പിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു? പറയേണ്ട സ്റ്റോറിയാണ്. ഇപ്പോഴും ആൾക്കാർ ചില ഫാമിലീസ് അങ്ങനെ കാണിക്കാറുണ്ട്, മറ്റേ ജാതിപരമായിട്ട്. അതിപ്പോൾ ദുബായി ചെന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഷൈൻ ടോമും, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, ഉർവശി മാഡം, മുകേഷ്, ഇവരെല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിസാർ സാറിൻ്റെ വേറൊരു പ്രത്യേക തരം സ്റ്റോറിയാണത്. കൊള്ളാം പടം. ഫാമിലിക്ക് കാണാൻ പറ്റുന്ന 100% കാണാം. ചെറുതായിട്ട് കോമഡിയും നല്ല എൻ്റർടൈൻമെൻറ്റൊക്കെ ഉള്ള ദുബായി ആണ് ടോട്ടൽ. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പടം. കൊള്ളാം. സീനിയേഴ്സ് ആക്ടേഴ്സ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിനയിക്കുന്ന എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ്. അതൊരു ഫാമിലി എൻ്റർടൈനറായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല രസമായിട്ട് കോമഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ക്ലൈമാക്സ് ആയപ്പോൾ ഒരു മെസ്സേജ് പോലത്തെ ഒരു സംഭവം കൊണ്ടുവന്നുണ്ട്. ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തിയേറ്റർ വാച്ചബിളാണ്. ഇല്ല, രാഷ്ട്രീയപരമല്ല. അത് മുകേഷ് എന്ന വ്യക്തിയുടെ ഒരു കലാപരമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും കൊണ്ട് വന്നിട്ടുണ്ട്. രാഷ്ട്രീയം ഇതിൽ മാറ്റി വെച്ച് നമുക്ക് കാണാം.
അങ്ങനെ ഒരു പടമാണ്. എന്തായാലും കൊള്ളാം. ഇല്ല, ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഈ പടത്തിൽ രാഷ്ട്രീയമായിട്ട് ഒന്നും വന്നിട്ടില്ല. അതൊരു ഫാമിലി മൂവി. അതൊരു അപ്പനും മകനും തമ്മിലുള്ള സ്നേഹവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലും വന്നേക്കുന്നത്. അല്ലാണ്ട് രാഷ്ട്രീയ അത് ധ്യാന ഷൈൻ്റെ റോൾ അത്രയ്ക്ക് ഇതിലങ്ങോട്ട് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നി. എന്തായാലും കുഴപ്പമില്ല, ഉള്ളതൊക്കെ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ല, എല്ലാവരും ഒരേ ടൈപ്പ് ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. അത് ബുള്ളറ്റ് ഡയറീസ് അങ്ങനത്തെ ഒക്കെ ഒരു ലെവല് തന്നെ ഒരു അഭിനയമാണ് എനിക്ക് തോന്നിക്കുന്നത്. വേറെ കൂടുതലായിട്ടൊന്നും എടുത്തു പറയാനില്ല. എന്തായാലും അഭിനയം ഉള്ളതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നല്ല പടമായിരുന്നു. കൊള്ളാം, നല്ല പടമാണ്. ഫാമിലി മൂവിയാണ്, നല്ല പടമാണ്.